പറയടോ, എന്താണ് തന്റെ പ്രശ്നം? റെഡി ആവട്ടെ. ഇനി പറ. എനിക്കില്ലേ ഒരു സീരിയസ് കാര്യമാണ് പറയാനുള്ളത്. നീ നേരത്തെ ഞാൻ പറഞ്ഞു, ഇനി കാര്യം പറ. പക്ഷെ നീ എന്നോട് ദേഷ്യപ്പെടാൻ പാടില്ല. ഞാൻ അങ്ങനെ ദേഷ്യപ്പെടൂ? താൻ പറയടോ. ജോഷുവിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഓ, അപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യമാണ്. എന്താ അതോ ചേട്ടൻ സംസാരിക്കുന്നത് കേൾക്കാൻ വന്നതാ. അയ്യടാ, ചേട്ടൻ സംസാരിക്കുന്ന എന്റെ പൊന്നായ മക്കൾ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ലല്ലോ അല്ലേ? അത് കേട്ടിട്ടുണ്ട്. ചേട്ടൻ ഡോക്ടറിനെ പോലെ സംസാരിക്കുന്നത് കേൾക്കാൻ. എന്താ തിളങ്ങണ നിന്ന് മോഹൊക്കെ ഗ്ലിറ്ററാ? ഓർത്തില്ല, ഒക്കോണം പോകത്തില്ല. ഇനി താൻ പറഞ്ഞു. എടാ അതില്ലേ, ജോക്കാണെങ്കിൽ ഒരു ധൈര്യവും ഇല്ല. ആർക്ക് ധൈര്യം? ജോക്ക്. അവന് നിന്റെ കൂടെ ഒളിച്ചോടി വന്ന അവന് ധൈര്യം ഇല്ലെന്നല്ലേ? എടാ അതങ്ങനെയല്ല. ഞാൻ അന്ന് അവന്റെ അടുത്ത് ഞാൻ ബ്രേക്കപ്പ് ആവുന്നും പറഞ്ഞ അവനെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് അന്ന് അവൻ ഒളിച്ചോടി വന്നത്. എന്നാലും വന്നില്ലേ? വന്ന്, പക്ഷേ അവന് ഒരു ധൈര്യമില്ലടാ. ഞാനേ ഇന്നലെ അവന്റെ അടുത്ത് എന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എപ്പോ? ഇന്നലെ ഒരു 7 മണിയൊക്കെയാണ്. എന്നിട്ട് അവൻ വന്നില്ല. അതല്ല പറഞ്ഞ ധൈര്യമില്ലെന്ന്. അപ്പൊ നിന്റെ വീട്ടില് ആരും ഇല്ലായിരുന്നു? അതാ എന്റെ വീട്ടിലെ എല്ലാരും ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, ചേട്ടൻ, മാമൻ, ഞാൻ, എല്ലാരും ഉണ്ടായിരുന്നു. അവൻ വന്നില്ല. അപ്പൊ ധൈര്യമില്ല. ഞാൻ പറഞ്ഞ ആ സമയത്ത് നീ അവനെ വിളിച്ചപ്പോ അവൻ വന്നില്ല, അതുകൊണ്ട് അവന് ധൈര്യമില്ല. ഇപ്പൊ ബാലാമണി, ഒരു കത്തിക്കൊണ്ട് നിൽക്കുന്ന ബിൽഡിങ്, അതിലോട്ട് നിന്റെ അടുത്ത് ടക്കനെ ഓടി കേറിയിട്ട് നിന്റെ ധൈര്യം തെളിയിക്കാൻ പറഞ്ഞാൽ നീ തെളിയിക്കൂ? അയ്യോ, അത് പറ്റൂല, ചത്തൂലേ. അതുപോലെ തന്നെ അവനും ചത്തുപോയില്ലേ? പക്ഷെ അത് വേറെ കാര്യവും, ഇത് ജീവിതമല്ലേ. കുറച്ച് യുക്തിയൊക്കെ ആവാം. ആ പറഞ്ഞത് ശരിയാണ്. പ്രശ്നം കഴിഞ്ഞല്ലോ. അയ്യോ ഇല്ല, കഴിഞ്ഞില്ല. ഇനിയാണ് മെയിൻ പ്രശ്നം. എടാ, ഞാൻ അവനെ എപ്പ വിളിച്ചാലും അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും. എന്നോട് സംസാരിക്കാൻ മാത്രം അവന് ഒരു സമയമില്ല. നീ അവനെ എപ്പ വിളിച്ചാലും നീ മിനിറ്റ് വിളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാ അവനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ മിനിറ്റിനൊന്നും വിളിച്ചില്ല. ഒരു അരമണിക്കൂറാ, ഒരു മണിക്കൂറൊക്കെ കൂടുമ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. അരമണിക്കൂർ, 1 മണിക്കൂർ. ബാലാമണി, നീ വേറൊരു കാര്യം ആലോചിക്കണം. റിലേഷൻഷിപ്പിലാണ് ശരി തന്നെ, പക്ഷേ അപ്പുറത്തേക്കുന്നത് ഒരു മനുഷ്യ ജീവനാണ്, ഒരു ഇൻഡിവിജ്വലാണ്. അപ്പോൾ അവനും അവൻ്റെതായ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ? അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ എന്നെ പ്രേമിക്കുമ്പോ ടൈം ഫുള്ള് എന്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. എനിക്കങ്ങനെയാ. ഹായ് അമ്മൂമ്മേ. ഇതാരും നാടകം നടിയോ? ഇല്ല മുമ്മേ, ആ നാടകമൊക്കെ പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞാ? മോക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ലേ? അങ്ങനൊന്നും പറയാതെ അമ്മൂമ്മേ, ഞാൻ കേശുവിനെ കാണാൻ വന്നതാ. ആണോ? നിന്റെ കൂട്ടുകാർക്ക് നിന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല? അങ്ങനല്ല അമ്മൂമ്മ, ജീവിച്ചു പോട്ടെ. അമ്മൂമ്മ ആരെ അന്വേഷിച്ചു വന്നേ? ഞാൻ പാറുവിനെ അന്വേഷിച്ചു വന്ന. നീ കണ്ടായിരുന്നോ? പുറത്തോട്ട് പോയിട്ടുണ്ടോ? ഞാൻ എന്നാ പോയി നോക്കട്ടെ. അമ്മൂമ്മയോ എന്തോ.